ഹലോ ഗീസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗീസ് വേറെ ഒന്നുമില്ല ഗീസ് BR റാങ്കഡ് ഗെയിം പ്ലേ ആണ് ഗീസ്. മാക്സിമം എത്ര കില്ല് എടുക്കാൻ പറ്റും നോക്കുക. അപ്പോൾ ഇത് ഫുള്ള് നിങ്ങൾ കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിറങ്ങുന്നത് എന്നാലും മില്ലിലായിരുന്നു. അങ്ങനെ നമ്മളിത് ഇങ്ങനെ പറഞ്ഞൊക്കെ ഇറങ്ങി ഇനി അടിക്കാമെന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ എന്നാലും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗീസ് നിങ്ങൾ ക്ഷമിക്കുക ഗീസ്. നമ്മൾ എന്നാലും കുറേ നാളുകൾക്ക് ശേഷം ഇത് ലോങ് വീഡിയോ ഒക്കെ വോയിസ് കൊടുക്കണം. അപ്പോൾ എന്നാലും നമ്മൾ നേരെ പറഞ്ഞിറങ്ങിയപ്പം മാക്ടൺ കിട്ടി. അപ്പോൾ മാക്ടൺ വെച്ച് ഇനി അടിക്കാമെന്ന് പറഞ്ഞു നോക്കുക. നോക്കാൻ താഴത്തായിട്ടൊക്കെ എനിമിയുണ്ട്. നോക്കാൻ ഇവിടെ ഒരുത്തും വന്നു അവനെ അങ്ങ് നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് എടുത്ത് അവനാണ് ഗ്ലൂ ഇട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവനെ നോക്കിയില്ല. പിന്നെ ഒരുത്തും താഴത്തോടി പോകണം. അവനെ അങ്ങ് നെക്കി പിടിച്ച് നോക്കിയിട്ട് നമ്മൾ നേരെ മറ്റവനെ നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല. അതല്ലെങ്കിൽ നമ്മളിത് ഇനി അപ്പുറത്തുള്ളവന്മാരെ അടിക്കാമെന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ എന്നാൽ ഹോളിയൊക്കെ കൂട്ടിയിട്ട് നമ്മളിത് ഇപ്പറ വന്നപ്പോഴത്തേനും നോക്കാനും ലൂട്ടൊക്കെ കിടക്കണം. അപ്പോൾ ആ ലൂട്ടെല്ലാം പെറുക്കിയിട്ട് നേരെ ഇവിടുന്ന് പോകുന്നു പറഞ്ഞു നോക്കുക. അപ്പോൾ എന്നാൽ സ്കാർ കിട്ടി. അതെന്തായാലും ലാഭമായിട്ടുണ്ട്. നോക്കാരത്തെ ഒരുത്തൻ ചാടി ഓടി വരുന്ന കേസ്. എന്നാളും അവനെ നമ്മൾ നേരെ നോക്കം കിട്ടിയിട്ടുണ്ട്. നോക്കാരം ഇവിടെ വേറൊരുത്തിനും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാരെ ചാടി ചെന്ന് നേരെ അവനാണ് ചാടി ഓടി തന്നെ. അവനെയും കൂടി നെക്കി പിടിക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ ഓസ്കാർ ഇട്ടേക്കണം. അവനെ നെക്കി പിടിച്ച് നോക്കിയിട്ട് നോക്കാരം മറ്റവൻ ദേ ഓടി വരുന്നത് പൊക്കാൻ വേണ്ടി. എന്ത് നന്മയുള്ള ടീമേറ്റ് ആണോ ഞാൻ നോക്കാരം. അവനെയും കൂടി നെക്കി പിടിച്ച് നോക്കിയിട്ടപ്പോൾ മറ്റവൻ ദേ അവിടെ നിൽക്കണം. അപ്പോൾ അവനെയും കൂടി കൊല്ലുവാണ് സെറ്റ് എന്നും പറഞ്ഞു നോക്കുക. എനിക്ക് വൈപ്പാണെന്ന് പറഞ്ഞിട്ട് നോക്കി നോക്കുക. അവസാനം നമ്മളിത് ചാടി എന്ന് അവനെയും കൂടി നോക്കിയിട്ട് അപ്പോൾ എന്നാലും 4 കില്ല് ഇപ്പോൾ കംപ്ലീറ്റ് ആകാൻ പോകുന്നു കേസ്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്നെല്ലാം പോയിട്ട് നേരെ അടിക്കാമെന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ എന്നാലും നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ലൂട്ടൊക്കെ പെറുക്കാമെന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ നമ്മൾ സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്ത് ടീമേറ്റിനെയൊക്കെ പൊക്കി വിട്ടിട്ടുണ്ട്. എന്നാലും കേസ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. നമ്മളപ്പോൾ അതുപോലെ ചെയ്യുന്നതാണ് കേസ്. അപ്പോൾ എന്നാൽ ഒരു 10K വ്യൂസ് ആണ് കേസ് ടാർഗറ്റ്. എന്നാൽ നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ എന്നാൽ ഇത് 2 ഷോർട്സ് പോട്ടെ കേസ്. ഫുൾ വീഡിയോ ലൈക്ക് അടിച്ച് ചാനൽ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ എന്നാലും ഞാൻ ഒറ്റ ടേക്കിൽ കേസ് വോയിസ് കൊടുക്കണം. എന്നാലും നിങ്ങൾ ക്ഷമിക്കുക എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഹൈപ്പ് ബട്ടൺ ഇല്ലേ അതങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കാം. അപ്പോൾ എന്നാൽ ഹൈപ്പ് ചെയ്ത് എല്ലാവർക്കും അങ്ങ് എത്തിക്കുക കേസ്. അപ്പോൾ എന്നാൽ ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ ഒരു ഇൻമേഷൻ കിട്ടും. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നപ്പം ഇത് താഴത്തായിട്ട് എടുത്ത് നിൽക്കണം. അവനെ നേരെ നെക്കി പിടിച്ച് അങ്ങനെ നോക്കിയിട്ട് നോക്കാരം അവൻ്റെ ടീമേറ്റ് അതിൻ്റെ മണ്ടയിൽ തന്നെ ഉണ്ട്. കള്ളം ചാടി കൂടി പൊക്കാൻ വേണ്ടി പോകുന്നത്. കാരണം അവനെയും കൂടി അങ്ങ് നെക്കി പിടിച്ച് നേരെ ഇപ്പോൾ തന്നെ 6 കില്ല് കംപ്ലീറ്റ് ആയി. അവനെ കൂടി ഫിനിഷ് ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു ടുങ് സഹൂർ. അപ്പോൾ കേസ് അവനെയും കൂടി കൊന്നിട്ട് കാര്യമുള്ള നമ്മൾ അടിച്ചപ്പോൾ തന്നെ കാലേ ലോക്കായി. അവനെ അങ്ങനെ നോക്കായിട്ടുണ്ട് എന്നാൾ. ഇപ്പോൾ ലാഭായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫിനിഷ് ആക്കിയെല്ലാം വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഇവിടെ നിന്നെല്ലാം വണ്ടിയൊക്കെ എടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് നേരെ എങ്ങോട്ടേലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും പീക്ക് വരെ ചുമ്മാ തല കാണിച്ചാലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് നേരെ വിട്ടടിച്ച് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതേ വണ്ടിയൊക്കെ ഓടിച്ച് ഇവിടെ വന്നിട്ട് നേരെ ഒരു കടി കാണിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കയറ്റാമെന്ന് പറഞ്ഞാൽ നടന്നില്ല. അവസാനം നമ്മൾ വണ്ടി നിർത്തി പതുക്കെയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. അവസാനം നമ്മളിതേ പീക്കിൽ ഇങ്ങനെ വന്നിട്ട് എനിമിയൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ടീമിനൊക്കെ അടി കിട്ടണമുണ്ട്. എൻ്റെ ആളും കൊള്ളാം എന്ത് സംഭവിക്കുന്ന അറിഞ്ഞു തുടങ്ങി. അങ്ങനെ ചാടി ഓടി നമ്മളിതേ അവിടെ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. നോക്കാരം ചാടി ഇറങ്ങിയത് ഇങ്ങനെ നെക്കി പിടിച്ച് നോക്കാരം നമ്മളങ്ങ് ചത്തിട്ടുണ്ട്. എന്താ അവസ്ഥയൊക്കെയാണ്. അപ്പോൾ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് വീഴണം. എന്തൊക്കെയോ സംഭവം ഉണ്ട് ഗീസ്. അത് കഴിഞ്ഞ് നമ്മളിത് പറഞ്ഞിറങ്ങുന്നുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ ഇനി റിവേ പോയിൻറ്റ് ഇന്ന് പൊക്കാമെന്ന് പറഞ്ഞു. ടോക്കൺ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ എന്നാലും പൊക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടിക്കാമെന്ന് പറഞ്ഞ് നേരെ ചാടി ഒരു റിവേ പോയിൻറ്റിലൊക്കെ പോയിട്ട് നൈസായിട്ട് പൊക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടേക്ക് ഇരുന്ന് ഇമോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അതൊക്കെ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്ത് അവസാനം ഇനി പൊക്കി വിടാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാലും കേസ് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ടീമേറ്റൊക്കെ ആയിട്ട്. അപ്പോൾ എന്നാലും കേസ് നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് അതോ നിങ്ങൾ ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കമൻറ്റ് ഇടാൻ മറക്കല്ല. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഗീസ്. അപ്പോൾ എന്നാലും ടൈമുണ്ട് ഇപ്പോൾ നമുക്ക് എന്നാലും നമുക്കപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഗീസ് ഒരു സംഭവം നടക്കും. ഞാനാണെങ്കിൽ കണ്ണും പൂട്ടി ബൂസ്റ്റ് ഇട്ടിട്ട് നേരെ ചുമ്മാ അങ്ങ് പോയതാണ് ഗീസ്. നോക്കാരം ഒരുത്തനൊക്കെ ഞാൻ കണ്ടുപോലുമില്ല. ചുമ്മാ വന്ന് കയറി നമുക്ക് കില്ലൊക്കെ കിട്ടണം. ഇതൊക്കെ ലാഭമായല്ലോ ഗീസ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അവൻ്റെ ടീമേറ്റ് അപ്പോൾ എന്നാലും നല്ല ഡാമേജ് നമുക്ക് തന്നു. നമ്മൾ ബാക്ക് വിളിച്ചിട്ട് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇതിനെ മണ്ടേ കയറിയിട്ട് നമ്മൾ ഇനി അടിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവനാണ് ടീമേറ്റ് പറഞ്ഞിട്ട് നല്ല ഡാമേജ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചാടി നേരെ അടിയിൽ പോയിട്ട് അവനെ കൊല്ലാമെന്ന് പറഞ്ഞു. ചാടി നമ്മൾ റഷ് ചെയ്ത് നേരെ ഒറ്റ പൊട്ടാസിന് ഒരു അടി കൊടുത്ത് നോക്കായില്ല. അവസാനം നമ്മൾ രണ്ടാമതും കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും കില്ല് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടെ നിൽക്കുക കേസ്. അപ്പോൾ എന്നാലും നമുക്കിപ്പം 9 കില്ലായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഈ ക്ലോക്കിൻ്റെ ഇവിടെ വന്നൊരു ബൂസ്റ്റ് ഇട്ടപ്പോൾ നോക്കാൻ മണ്ടേ കയറാൻ ഉദ്ദേശിച്ചത് നടന്നില്ല. അവസാനം നമ്മളിത് ഇതിൻ്റെ മണ്ടയിലോട്ട് നടന്ന് കയറാമെന്ന് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ടീമേനെ ഇവിടെ നിന്ന് അടിക്കണം. അവനിട്ടൊരു വണ്ടാപ്പ് എടുത്ത് നോക്കിയിട്ട് നേരെ ഇവിടുന്ന് പോയിട്ട് ആ പൊക്കത്തേക്കല്ല നമ്മൾ നിൽക്കുക. അവിടെയാണ് എനിമി ഉണ്ട് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ നേരെ ചാടി ഓടി അങ്ങോട്ടേക്ക് വന്നിട്ട് നോക്കാനും ഇവിടുന്ന് തല കാണിച്ചിരിക്കണം. അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ച് അങ്ങനെ നോക്കിട്ട് വെച്ചിട്ടുണ്ട് കേസ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നോക്കാനും വേറൊരുത്തന്നെ ഇവനൊക്കെ എവിടെ നിന്നാണോ നമ്മളിപ്പോൾ ചത്തേനെ കേസ് ജസ്റ്റ് മിസ്. അങ്ങനെ നമ്മൾ ബാക്ക് വലിഞ്ഞിട്ട് നേരെ പൊട്ടാസിന് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ചാടി ഓടി മണ്ടം വരുന്നു കേസ്. എന്നാലും അതിപ്പോൾ ലാഭമായി. ഒരടി കൊടുത്ത് അത് കഴിഞ്ഞ് രണ്ടാമതൊരടിയും കൂടി കൊടുത്താൽ നോക്കാം. അങ്ങനെ അവനെയും കൂടി കൊന്ന് നോക്കിയിട്ട് 12 കില്ല് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതെന്നാലും ലാഭമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഡ്രോപ്പൊക്കെ ചാർജ് ചെയ്തിട്ട് ഇനി പോകാമെന്ന് പറഞ്ഞു. എന്നാലും വെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലാഭേഷായി. പിന്നെ അവന്മാർ അടിക്കാൻ ഇച്ചിരി പാട് വിടും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ച് ഇവിടെ വന്നിട്ട് നേരെ ഡ്രോപ്പിൻ്റെ സംഭവങ്ങൾ എടുത്തിട്ട് നേരെ ഇനി അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഡ്രോപ്പ് കിട്ടി. ഇനി ലെവൽ 5 വെസ്റ്റും ഇനി നമ്മളെ തുറത്തില്ല കേസ്. അത് കഴിഞ്ഞ് നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നോക്കാനും താഴത്തായിട്ട് പറഞ്ഞിറങ്ങി. അപ്പോൾ അവനെ അടിക്കാമെന്ന് പറഞ്ഞ് എന്നാൽ നോക്കാനാണെങ്കിൽ അവനാണ് ഓടി അപ്പുറം ചെന്ന്. എന്നാലും ഞാൻ ഇവിടെ വന്നപ്പോൾ വേറൊരുത്തൻ നമ്മുടെ മുമ്പിൽ നിൽക്കണം. അപ്പോൾ അവനെ ഒരു വണ്ടാപ്പ് കൊടുത്ത് നേരെ നോക്കിയിട്ടുണ്ട്. അത് ഞാൻ അവനെ ടീമേനെ അടിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ഡാമേ അങ്ങനെ കൊടുത്ത് നോക്കാരം ആ കില്ല് എനിക്ക് കിട്ടിയില്ല കേസ്. നോക്കാരം ഞാനാണ് ചാടി നേരെ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് നേരെ റഷ് ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ടീമേറ്റ് പറഞ്ഞ് അവിടെ എനിമി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ ചാടി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ആ കില്ലങ്ങ് കൊണ്ടുപോയി. എന്താ അവസ്ഥയൊക്കെയാണ് അങ്ങനെ
13 കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാളും. അപ്പോൾ എന്നാളും ഇവിടുന്ന് നമ്മളിത് ഇവിടെ വന്നപ്പോഴാണ് ഇതേ മണ്ടയ്ക്കായിട്ടൊന്നും നമ്മളെ അടിക്കണം. എന്നാളും അവനെ കൊന്നൊരു കാര്യമുള്ളൂ ഗൈസ്. അപ്പോൾ എന്നാളും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കും ഈ വീഡിയോ. എന്നാളും ഞാനപ്പം ചാടി ചെന്നിട്ട് നേരെ അവനെ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് നേരെ ചാടി ചെന്നിട്ട് ഒരു 1000 ഐക്യു കാണിക്കാമെന്ന് പറഞ്ഞു നിൽക്കുക. അപ്പോൾ എന്നാലും നമ്മളിവിടെ നേരെ ഇടവഴി ചാടി ചെന്ന് ഒരു നോക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും അവൻ്റെ ടീമേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. നോക്കാൻ അവനെ കാണുന്നില്ല. പിന്നെ നോക്കാൻ അവനെ അടിക്കി നോക്കി നടന്നില്ല. അവസാനമാണ് നമ്മൾ ആ കില്ല് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ആ കില്ല് പോകാൻ ചാൻസ് ഉണ്ടല്ലേ വെറുതെ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അവൻ്റെ ടീമേറ്റ് വന്നു. അവനിട്ട് രണ്ടടി കൊടുത്ത് അവനെ അങ്ങനെ നോക്കിയിട്ട് 15 കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാൽ ഇനി മാക്സിമം എത്ര കില്ലെടുക്കാൻ പറ്റും നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോൾ ദൈവത്തിന് അപ്പോൾ എന്നാൽ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. നമ്മളിതേ വണ്ടിയിലൊക്കെ ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് ചാടി ചെല്ലുക കേസ്. എന്നാലും അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ. നമ്മളങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ചാടി ചെന്നപ്പോൾ ഇപ്പുറത്തായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ അടിയിലായിട്ട് നമ്മൾ ചാടി ചെന്നൊരു വണ്ടാപ്പ് കൊടുത്ത് അവനെ അങ്ങനെ സോണിയ ആക്കിയിട്ടുണ്ട്. എന്നാലും അവൻ ദിമിത്രി ഇട്ടേക്കണം. ഇവനൊക്കെ ഇപ്പോഴും ഇതൊക്കെ ഇട്ട് കളിക്കുന്ന കേസ്. അത് കഴിഞ്ഞ് നമ്മളവനെ ഫിനിഷാക്കിയെല്ലാം വിട്ടിട്ട് അപ്പുറത്തുള്ളവനെ അടിക്കാമെന്ന് പറഞ്ഞു നിന്നപ്പോൾ അപ്പുറത്തുള്ളവനെ ടീമേറ്റ് എടുത്തായിരുന്നു. ഞാനാണെങ്കിൽ ചുമ്മാ പോയിട്ടൊക്കെ ഫയർ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതേ ലൂട്ടൊക്കെ പെറുക്കിയിട്ട് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളിതേ ഇപ്പറേ വന്നപ്പോഴാണ് നോക്കാറ് അപ്പുറത്തായിട്ടൊരു സ്കോഡ് ഉണ്ടെന്നാണ് ടീമേറ്റ് പറഞ്ഞു. ഞാനാണെങ്കിൽ വണ്ടി എടുത്ത് നേരെ റഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അവന്മാരെ കൊല്ലുവാണ് സെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ടീമേറ്റ് സപ്പോർട്ട് ഉണ്ടെന്നൊക്കെയാണ് പറയണേ. അപ്പോൾ നമ്മളിതേ വണ്ടിയൊക്കെ എടുത്ത് ബൂസ്റ്റൊക്കെ എടുത്ത് പറന്നടിച്ച് അങ്ങോട്ട് എല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെന്നപ്പം അവന്മാരാണെങ്കിൽ 3 പേര് കേസ്. നോക്കാനാണെങ്കിൽ നമ്മൾ ചാടി ചെന്നിട്ട് പൊട്ടാസിന് ഒരു അടി എടുത്ത് ഒരുത്തനെ നോക്കിയിട്ട് നോക്കൊരു ക്രോണോ ഒക്കെ ഇങ്ങനെ അതെന്തെങ്ങനെ എന്ന് അറിഞ്ഞുകൂടെ കേസ്. അത് കഴിഞ്ഞ് രണ്ടാമത്തവനെ നോക്കിയിട്ട് അപ്പോൾ ഇനി ഒരുത്തിനും കൂടി ഉണ്ട്. അവനെയും കൂടി കൊന്നു കഴിഞ്ഞാൽ വൈപ്പാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഫ്ലാഗ് എണ്ണ വെച്ച് എറിഞ്ഞപ്പോൾ തന്നെ അവനാണ് കുറച്ച് ഡാമേജ് കൊടുത്ത് അങ്ങനെ നോക്കാക്കിയിട്ടുണ്ട്. നോക്കല്ലെങ്കിൽ സ്റ്റീം വൈപ്പായി. അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ 19 കില്ല് അടിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കേസ് മാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേസ് ലൈക്ക് അടിക്കാനും ചാനൽ അഭിയാനെ മറക്കല്ലേ. അപ്പോൾ എന്നാലും നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് ഒരു ഹാർട്ടൊക്കെ ഇടുക കേസ്. ഹാർട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ ഇനി ഇവിടെ വന്നപ്പോൾ നമ്മുടെ ടീമിനോട് ഞാൻ പറയുന്നുണ്ട് ലാസ്റ്റ് കില്ല് എനിക്ക് തന്നെ എന്നാലും ലാസ്റ്റ് കില്ല് കിട്ടുവാണെങ്കിൽ 20 കില്ല് കംപ്ലീറ്റ് ആകുമെന്ന് പറഞ്ഞേക്കും. അപ്പോൾ എന്നാലും നമ്മൾ കില്ലൊക്കെ എടുക്കാൻ വേണ്ടി ചാടി ഓടി പോകുമായിരുന്നു. എന്നാലും കേസ് അപ്പോൾ നമ്മൾ ഡിസ്കോഡ് ചെയ്യുന്നതായിരുന്നു കളിച്ചു. അപ്പോൾ ഒരാൾ മാത്രം കോളിലായിരുന്നു. അപ്പോൾ എന്നാലും ഒരാൾക്ക് മൈക്കില്ലായിരുന്നുകൊണ്ട് നേരെ നമ്മൾ ചാടി ഓടി ചെന്നപ്പോഴത്തേനും കില്ല് നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ചാടി ഓടി ചെന്ന കേസ്. പക്ഷേ കില്ല് നമുക്ക് കിട്ടിയില്ല. നമ്മുടെ ടീമേറ്റ് കോളിലായിരുന്നുകൊണ്ട് അത് കേട്ടില്ല കേസ്. അങ്ങനെ നമുക്ക് ബൂയി അടിച്ചിട്ടുണ്ട്. എന്നാലും 19 കില്ല് പ്ലസ് ബൂയി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ എന്നാലും നമ്മൾ മാസ്റ്റർ ലോബി ആയിരുന്നു. അപ്പോൾ എന്നാലും കുറച്ച് പ്ലസും കിട്ടി കേസ്. അപ്പോൾ എന്നാലും എത്ര കില്ല് നമ്മുടെ ടീമേറ്റ് മൊത്തം എടുത്തെന്നൊന്നും നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ എന്നാലും അടുത്ത വീഡിയോ സ്റ്റാർട്ട് ബൈ ബൈ.